ഇതിനകത്ത് ഇവർ ഈ കത്തിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആദ്യം ഒരു വിഷയം നടന്നിരുന്നു, അതുമായി ബന്ധപ്പെട്ടിട്ട് തിരിച്ചു കയറുന്ന സമയത്ത് രക്ഷിതാക്കൾ ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. കത്ത് നിർബന്ധിച്ച് റാം എന്ന് പറയുന്ന അധ്യാപകൻ ആ കാലപരിചയനാണ് ഇതെല്ലാം ചെയ്തത്. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷോളറിൽ കൈ വെച്ചുകൊണ്ട് എനിക്ക് ഓരോ സെൻറ്റൻസുകൾ പറഞ്ഞെന്ന് എഴുതിപ്പിച്ചത് നിർബന്ധപൂർവ്വം. ഞാൻ എന്നിട്ടും ചോദിച്ചു, ഇതിൻ്റെ ആവശ്യമുണ്ടോ? വേറൊരു കുഴപ്പവും ഇല്ലല്ലോ, നിങ്ങൾ എഴുതണം, മേലിൽ ഇങ്ങനെയൊന്നും വരാതെ. ഞാൻ പറയാം മേലിൽ ഇങ്ങനെയൊന്നും വരില്ലെന്ന് പറഞ്ഞാൽ അയാൾ നിർബന്ധപൂർവ്വമാണ് എഴുതിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എൻ്റെ മോൻ്റെ ഫസ്റ്റ് അഡ്മിഷനും കാര്യങ്ങളും ആ ഇടയ്ക്കുണ്ടായ ഒരു ഇഷ്യൂസൊക്കെ ആയിരുന്നു. അപ്പോൾ യാതൊരു രീതിയിൽ എഴുതണമെന്നൊന്നും പറഞ്ഞുകൂടാ. ആ കൊല കറിയാനാണ് ഇങ്ങനെ സെൻറ്റൻസുകൾ എന്നെ പറഞ്ഞു തന്നത്. അത് പോലീസ് കേസോ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതൊന്നും പോലീസ് കേസൊന്നും ആയില്ല. കാരണം അവൻ്റെ പ്രായവും ഇവൻ്റെ മാർക്കും മറ്റുള്ള പഠിത്തത്തിൻ്റെ നിലവാരം വെച്ച് ആ കേസ് നിന്നെല്ലാം അവരെല്ലാവരും എൻ്റെ മോനെ ഒഴിവാക്കിയിരുന്നു. കാരണം അവൻ പഠിത്തത്തിലൊക്കെ മുന്നിലായിരുന്നു. ഇത് മറ്റേ പണ്ട് ഗെയിം കളിച്ചുകൊണ്ടുള്ള ഒരിതായിരുന്നു. അതിൽ നിന്ന് ഉടവലെടുത്ത ഒരിതാണ്. ഈ മാനേജ്മെന്റ് ചെയ്യുന്നത് ഈ നിതിനെ വ്യക്തിഹത്യ നടത്തി ഈ വിഷയം തിരിച്ചുവിടുന്നു, ആ ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതെ, ഈ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിശദീകരണം എന്ന നിലയിൽ പറയുന്നത്. അതെ, അതെന്ന് പറഞ്ഞാൽ 10-ാം തീയതി സൂയിസൈഡ് എന്ന് പറയുന്ന സംഭവം, സൂയിസൈഡല്ല കൊലപാതകമാണ്. ആ സംഭവം തൊട്ട് ഇന്ന് 20ആയി, 10 ദിവസമായി. അപ്പോൾ ഇന്നുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ മാനേജ്മെൻ്റ് ചൊൽപ്പടികളും ബാക്കിയുള്ള ഇതുകളും കാറ്റിൽ പറത്താനും മറ്റുള്ള, അതായത് കുട്ടികൾ ഓരോരുത്തരും ആദ്യം മൊഴി നൽകി. ഇപ്പോൾ അവരെല്ലാം പ്രതികരിക്കുന്നില്ല. കാരണം അവരെ ഒന്നുകിൽ അവരുടെ ഭാവി പോകും, രണ്ടാമത് ഒരു ഡോക്ടറായി പഠിച്ച് പുറത്തിറങ്ങാൻ പറ്റൂല എന്നുള്ള ഭീഷണികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വിട്ടുവീഴ്ചകളൊക്കെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അപ്പോൾ ശക്തമായ മാനേജ്മെൻറ്റ് അതിൻ്റെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി ഇതൊരു ആത്മഹത്യയാക്കി മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെൻറ്റ്. ഈ റാമും സംഗീത ഇവരെ രണ്ടുപേരെയും പിടികൂടാൻ എത്ര വൈകുന്നത് എന്താണെന്ന് കമ്മീഷനോട് ചോദിച്ചു. അത് ചോദിച്ചായിരുന്നു. അത് ഇനിയും എന്ത് അന്വേഷണത്തിൻ്റെ ഭാഗമായി കുറേ ഞങ്ങളെ എന്നൊക്കെ പിന്നെ മൊഴികളെടുക്കാനുണ്ട്. അതിനുശേഷം അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. മരണത്തിന് ഉത്തരവാദി അവരാണെന്ന് തെളിവുകൾ പോലീസിന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് അവരെ പടിപടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന ഈ അന്വേഷണത്തിൽ തൃപ്തി ഇല്ല എന്നാണ്. ഇപ്പോൾ ഈ പോലീസിന്റെ വിശദീകരണം, കമ്മീഷണറുടെ വിശദീകരണം കേട്ടതിന് ശേഷം എന്താണ്, പോലീസ് കൃത്യമായ അന്വേഷണം തന്നെയാണോ നടത്തുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ നമുക്കിപ്പോൾ? നടത്തുമെന്ന് വിശ്വസിക്കാനേ കഴിയുള്ളൂ. കാരണം ഇനി ഓരോ കേസും ഓരോരുത്തരെ വിശദമായി ചോദ്യം ചെയ്തൊക്കെ മുന്നോട്ട് അവർ പോവുകയാണ്. അപ്പോൾ എൻ്റെ നിതിൻ്റെ പിതാവെന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് നടക്കുമെന്ന് തന്നെയാണ്. മോൻ്റെ ആത്മാവിന് ശാന്തി കിട്ടും, എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. പിന്നെ ഏതൊക്കെ മേലാളന്മാർ രാഷ്ട്രീയ സ്വാധീനമോ പണമോ പ്രതാപമുള്ള ഏതൊക്കെ മേലാളന്മാർ ശ്രമിച്ചാലും ഞാൻ അവസാനം വരെ പോരാടും. കാരണം രാജൻ കേസ് നിങ്ങൾക്ക് അറിയുമല്ലോ, പോലീസ് ക്യാമ്പിൽ വെച്ച് മൃഗീയമായി പീഡിപ്പിച്ച് കൊന്നു. അവസാനം ഈശ്വര വര്യനാണ് അവൻ്റെ അച്ഛൻ. അദ്ദേഹം കയറിയിറങ്ങാത്ത വഴികളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് നീതി കിട്ടിയോ? ഇല്ല, കിട്ടിയില്ല. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് സിദ്ധാർത്ഥൻ താമസിക്കുന്നത്. ഒരു 3.5 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അവനും ഇന്ന് നീതി കിട്ടിയിട്ടില്ല. പ്രതികൾ ഫസ്റ്റ് പരീക്ഷ എഴുതി, പിന്നീടാണ് ആ പരീക്ഷകളെല്ലാം തടഞ്ഞത്. അപ്പോൾ അതെല്ലാം എനിക്ക് ആ കാര്യങ്ങളെല്ലാം വ്യക്തതയുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഈ അവനെ ഇത്രയും പീഡിപ്പിച്ചു വന്നവരെ എല്ലാവരെയും പിടിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ നിയമത്തിൻ്റെ മുന്നിൽ. ലോൺ എടുത്തത് കുടുംബാംഗത്തിന് വേണ്ടിയിട്ടാണ്, അതുമായി ബന്ധപ്പെട്ട് ഭീഷണിക്കാണ് അവസാനം പ്രിൻസിപ്പൽ ചേംബറിലേക്ക് വിളിച്ചതെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ നിതിൻ നിങ്ങളോട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? അതെന്ന് പറഞ്ഞാൽ അതാ പ്രിൻസിപ്പൽ ചേംബറിൽ വിളിച്ചെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വീട്ടിൽ രേഖാമൂലം ഓരോ കാര്യങ്ങളും വിളിച്ചറിയിക്കുകയായിരുന്നു. ഒരു 21 or 18 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു 5 അംഗ സംഘം ഇത്ര രീതിയിൽ ഹരാസ് ചെയ്യേണ്ട ഒരു കൊലപാതകം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 10,000 അല്ലെങ്കിൽ 2,000 രൂപ എടുത്ത് അധ്യാപകർക്ക് തന്നെ അപ്പോൾ കൊടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ. ബാക്കി ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ട് കൊടുക്കുമായിരുന്നല്ലോ. അത്ര ഒരു ടോർച്ചറിങ് ചെയ്യണം. അപ്പോൾ അവിടെ വെച്ചുള്ള ഹറാസ്, നീ ഇന്ന് തന്നെ പൈസ അടയ്ക്കണം, ഇതാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എൻ്റെ ഒരു ഇതാണ് പറയണത്. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൈസ സെറ്റിൽ ചെയ്യണമെന്ന് എന്നെ വിളിച്ചാൽ അത് എവിടെ പറഞ്ഞായിരുന്നാലും അന്ന് സെറ്റിൽ ചെയ്ത് കൊടുക്കുമായിരുന്നു. എൻ്റെ എന്ന് ജീവിച്ചിരിക്കുമെന്ന്. അതൊന്നുകൊണ്ട് ചെയ്തില്ല. മാനേജ്മെന്റ് അപ്പോഴും കരുതി കൂട്ടി ചെയ്ത ഒരു പ്ലാന്റാണ്. 9-ാം 10-ാം നിരന്തരം കോള് വന്നു നിതിനും അധ്യാപിക്കുന്നു പറയുന്നത്. നിതിൻ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നോ? അതിപ്പോൾ ആപ്പ് ലോണിയർ അവരെ നോയുടെ കസ്റ്റഡിയിലെടുത്തെന്ന് നിങ്ങൾ അറിയുന്നു. അവരുടെ
10-30 സിം കാർഡ് ഉപയോഗിച്ച് അവർ നിരന്തരം കോൾ, ഒരു കോൾ കട്ടാകുമ്പോൾ അടുത്ത കോൾ വന്നുകൊണ്ടിരിക്കും. അതവരുടെ ബിസിനസ്സാണ്, അവരുടെ ജോലിയാണ്. പക്ഷേ ഒരു കുട്ടിക്കെതിരെ ഇങ്ങനെ വരുമ്പോൾ ആ കോളേജ് ഒന്നടങ്കം അവനെ എതിർത്ത് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയല്ല ചെയ്യുക. പകരം ബന്ധപ്പെട്ട അവൻ്റെ അച്ഛനും അമ്മയെയോ മറ്റുള്ള ബന്ധുക്കളെ അറിയിച്ച് അതിനെന്താണെന്ന് വെച്ചാൽ അത് കാര്യങ്ങൾ ചെയ്ത് വീണ്ടും അവനെ പഠിക്കാൻ അവിടെ സംവിധാനം അവനൊരുക്കി കൊടുക്കേണ്ടേ. അല്ലാതെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിയുകയും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുകയല്ല ചെയ്യേണ്ടത്.